അതിന്റെ രാവിലത്തെ സുബഹിന്റെ ജമാഅത്തിന്റെ സമയം സ്വഹാബാക്കൾ നമസ്കരിക്കുന്ന വേണ്ടി നിൽക്കുമ്പോ അള്ളാന്റെ പ്രവാചകൻ സ്വഹാബത്തിനെ വീട്ടിലിരുന്ന് നോക്കിക്കാണുകയാണ്. റസൂലുള്ളാഹി തന്നെ തങ്ങളെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സ്വഹാബത്ത് അള്ളാന്റെ റസൂലിന് രോഗത്തിന് ശമനമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മദീനയുടെ പല ഭാഗങ്ങളിലേക്കും അവര് പോവുകയാണ്. എന്നാലും നിന്റെ ളുഹാ സമയം ഇങ്ങ് കടന്നു വന്നപ്പോ അള്ളാന്റെ റസൂലിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അതാ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന രംഗം. റസൂലുള്ളാഹിന്റെ വീട്ടിലെ സ്ത്രീകളല്ലാതെ ബാക്കിയില്ലാത്ത സമയമാണ്. റൂഹ് പിടിക്കാനായി ഒരുങ്ങുന്ന രംഗത്തില് ഈ സമയത്തതാ പ്രവാചകന്റെ വീട്ടിലേക്ക് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ പോക്കറ്റിലിരിക്കുന്ന അറാക്കിലേക്ക് റസൂലുള്ളാഹി ആംഗ്യം കാണിക്കുമ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ വായിൽ വെച്ച് ചവച്ച് പദം വരുത്തി റസൂലുള്ളാഹിന്റെ പല്ല് തേച്ച് കൊടുക്കുമ്പോ എന്നിട്ട് പറഞ്ഞില്ലേ, അവസാനമായി റസൂലുള്ളാഹിന്റെ ഉമിനീരുമായി ചേർന്നത് എന്റെ ഉമിനീരാണെന്ന മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കുകയാണ്. പ്രിയമുള്ളവരെ, അറബി ഖുത്ബയിലെ മർമ്മഭാഗമാണ്. തലഭാഗത്ത് വെച്ച വെള്ളത്തിന്റെ പാത്രത്തിൽ കൈമുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുമ്പോ വേദനയുടെ കാഠിന്യം കൊണ്ട് കൈകാലുകൾ ഇങ്ങനെ നീട്ടുകയും വലിക്കുകയും ചെയ്യുകയാണ്. നെറ്റിത്തടം വല്ലാതെ വീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, നബിയേ, അള്ളാന്റെ പ്രവാചകരോട് പറഞ്ഞില്ലേ, വാ കർബാബ, വാ കർബാബ, എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ്. റസൂലുള്ളാഹിന്റെ കരളല്ലേ ഫാത്തിമ, കിതാതു കബദി, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്ന് പറഞ്ഞു. അതേ ഫാത്തിമ ബി പറയുന്നു, വാ കർബാബ, എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ്, എന്റെ വാപ്പാക്ക് എന്തൊരു പ്രയാസമാണ്. റസൂലുള്ളാഹി പറയുന്ന, മോളെ ഫാത്തിമ, ഇന്നത്തെ കഴിഞ്ഞാല് വാപ്പാക്ക് വേദനയില്ല മോള്. റസൂലുള്ളാഹിന്റെ നാവിലൂടെ ദിക്ർ വീഴുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആയിഷ ബീവി ചോദിച്ചില്ല, നബിയേ, അങ്ങേക്ക് വേദനയുണ്ടോ റസൂലേ എന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവിയോട് റസൂൽ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? യാ ആയിഷ, ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് ആയിഷ, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് ആയിഷ. ഇതുകൂടെ പറഞ്ഞ് പ്രവാചകന്റെ കൈകൾ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയരുകയാണ്. ഉന്നതരായ രക്ഷിതാവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹിന്റെ കൈകൾ താഴോട്ട് വീഴുകയാണ്. വിട പറഞ്ഞു പോയി ഈ ലോകത്തോട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്ന് പ്രവാചകന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയുമ്പോ മുഖത്തിതാ കണ്ണുനീരൊലിച്ച റസൂലുള്ളാഹിന്റെ കവളത്ത് വന്ന് വീഴുമ്പോ അത് തുടച്ച് തിരിഞ്ഞു നോക്കുമ്പോ ഊരിപ്പിടിച്ച വാളുമായി ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കാ. ഊരിപ്പിടിച്ച വാളുമായി തലയറുക്കും അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായെന്ന് പറയുന്നവന്റെ ആരാ ഉമർ എന്നറിയോ? കിസ്റാപ്പനിക്കും കൈസറും വിറക്കുന്നതാ, മിസ്രി മുഖൗഖിസ് കേട്ടുടഞ്ഞിട്ടുന്നതാ, അവരാണ് അമീർ മുഅ്മിനീൻ ഉമറല്ലോ. കിസ്റാ കൈസർ ചക്രവർത്തിമാരുടെ മുട്ടിടിക്കുന്ന ഭരണാധികാരി ഉണ്ടെങ്കിലോ സാക്ഷാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്റെ ഹബീബ് വഫാത്തായി എന്ന് പറയുന്നവർ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോ ഉമർ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയത്ത് ഓതി കൊടുക്കുമ്പോ ആ കൈ തടന്ന് വാള് താഴെ വീണു പോയി. ഒരു കൊച്ചുകുട്ടിയെ പോലെ അബൂബക്കറിന്റെ ഷോൾഡറിലേക്ക് വന്ന് വീഴുമ്പോ സ്വഹാബാക്കൾ മുഴുവനും പൊട്ടിക്കരഞ്ഞ ദിവസമുണ്ടല്ലോ. റസൂലുള്ളാഹിന്റെ ജീവിതത്തില്
ഏറ്റവും വലിയ നൊമ്പരം അനുഭവിച്ച റബീഉൽ അവ്വൽ 12 ദുഹാ സമയമുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം, റോഡ് മുഴുവൻ മധുര പലഹാരങ്ങളായി, മുദ്രാവാക്യങ്ങളായി, പാട്ടുകളായി, പായസങ്ങളായി, റോഡ് മുഴുവൻ നീ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുമ്പോ അള്ളാന്റെ ഹബീബിനെ മറന്നുപോയോ? അള്ളാന്റെ ഹബീബിന്റെ നൊമ്പരത്തെ നീ മറന്നുപോയോ? അള്ളാന്റെ ഹബീബിനോട് എവിടെയാ നിനക്ക് മഹബത്തുണ്ടായതോ? എവിടെയാ അള്ളാന്റെ റസൂലിനോട് സ്നേഹമുണ്ടായതോ? സ്വഹാബാക്കളുടെ മാനസികാവസ്ഥ അറിയോ നിങ്ങൾക്ക്? അന്ന് പ്രവാചകന്റെ കൂടെ 10 കൊല്ലക്കാലം സേവനം അനുഷ്ഠിച്ചിരുന്ന മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിന്റെ ഖബറ് മറമാടിയിട്ട് തിരിച്ചു വരുമ്പോ അവിടുന്ന് ഫാത്തിമ ബീവി ചോദിച്ചു, അനസേ, അള്ളാന്റെ ഹബീബിന്റെ ദേഹത്തിൽ മണ്ണിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ അനസേ? ഈ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞങ്ങളുടെ മനസ്സ് വെറുക്കുകയായിരുന്നു, ഞങ്ങളുടെ കൈകൾ വിറച്ചു പോകുകയായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുമ്പോ സ്വഹാബത്ത് സങ്കടപ്പെട്ടു പോയ ദിവസമാണെങ്കിലോ എങ്ങനെ കഴിയും പ്രിയപ്പെട്ട മുസ്ലിമേ നമുക്ക് ആഘോഷിക്കാൻ? അല്ലേ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ ദിവസം അല്ലേ? ആ വേദന മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇത് ആഘോഷിക്കാൻ കഴിയോ? സന്തോഷിക്കാൻ കഴിയും പ്രിയമുള്ളവരെ? അതുകൊണ്ട് ആ മുജാഹിദുകൾ പറയുന്നത്, ഇതിന് ഇസ്ലാമികമായിട്ട് ഒരു രേഖയുണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കൂടെ. ഇതിന് ആധികാരികമായ രേഖകൾ എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല പ്രിയമുള്ളവരെ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാടുകളിൽ ധാരാളമായി കടന്നുകൊണ്ടിരിക്കുന്ന മാലമൗലിദുകളുണ്ടല്ലോ, അല്ലേ? നമ്മൾ പറയാണ് ഇതൊന്നും നമുക്ക് യോജിച്ചല്ല. എന്തുകൊണ്ടാണ് മാലമൗലിദുകൾ പാടില്ല എന്ന് പറയുന്നത്? ഇതിന്റെ പേരിൽ മൗലിദ് നടത്തണമെന്ന് ഞാൻ പറയാണ്. 2 മാസം നിങ്ങൾ കാര്യമായി ശ്രദ്ധിച്ചോ, റബീഉൽ അവ്വൽ മാസവും റമദാൻ മാസവും. ഈ 2 മാസം നമ്മുടെ പള്ളിയിലെ ഖത്തീബായ ഉസ്താദ് എത്ര ദിവസം ലീവ് എടുത്ത് നാട്ടിൽ പോകുന്നുണ്ട്? നിങ്ങളൊന്ന് കണക്കൂട്ടണം, അല്ലേ? ഈ 2 മാസം ലീവ് സാധാരണ എടുക്കലില്ല പലരും. ബാക്കിയുള്ള മാസമാണ് ലീവ് കൂടിയതിൻ്റെ പേരിൽ പ്രശ്നമായിരിക്കും. എന്താ ഈ 2 മാസം എന്തേ? ഇപ്പൊ റബീഉൽ അവ്വലാണെങ്കിൽ 30 ദിവസം മൗലൂദാണല്ലോ. അപ്പൊ അതിന് വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ് മുമ്പ് ഇതൊക്കെ ഉസ്താദ്മാരെ വീട്ടിൽ മൗലൂദ് വേണ്ടേ? ഒരു റബീഉൽ അവ്വൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, ഒരു റബീഉൽ അവ്വൽ നമ്മളൊക്കെ ഉറച്ചൊരു തീരുമാനത്തിലെത്താം. ഇപ്രാവശ്യം ഉസ്താദ്മാരെ വീട്ടിൽ മാത്രം മൗലൂദ്, നമ്മളൊക്കെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാം. എന്നാൽ പിറ്റത്തെ കൊല്ലം സ്റ്റോപ്പ് അല്ലെ, എല്ലാവരും ഉസ്താദ്മാരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക, അല്ലെ നമ്മുടെ വീട്ടിലൊന്നും വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചോക്ക്, അല്ലേ? സാക്ഷാൽ പേരോട് സക്കാഫി പറഞ്ഞ പോലെ മൊയ്ലിയന്മാർ നന്നായാലല്ലേ നാട്ടിൽ നന്നാ, ഒരൊറ്റൊന്നും മൗലിദ് കഴിക്കുന്നില്ല. അപ്പൊ പ്രിയമുള്ളവരെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട. ഈ മൗലിദ് പണ്ട് കാലത്തായത് ഇത്ര വീടുകൾ ചോറായിട്ട്, ഇപ്പൊ അതിൻ്റെ ഒരു പരിധി വന്നു. ഇപ്പൊ എന്തായി? ഇപ്പൊ അതുകൊണ്ട് അത് ഒതുങ്ങുന്ന കണ്ടപ്പോൾ ബുർദകളായി. ബുർദ എന്ന് പറഞ്ഞ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കി. ഈ റോഡിനോരങ്ങളിലൊക്കെ ഇപ്പൊ ഇങ്ങനെ കവലകളിലൊക്കെ ഈ പാട്ടും പാടി നടക്കുക. ഞാൻ ചോദിക്കുക, ലോകത്ത് ഏത് പ്രവാചകനാ പാട്ടും പാടി നടത്തിയിട്ടുള്ളത്? ഇതിൽ ബുർദ, ഈ ബുർദ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഈ പണ്ടൊക്കെ വാളിന്റെ മുമ്പ് ഉണ്ടായിരുന്ന സംഭവം ഉണ്ടല്ലോ, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥം പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം എന്താ അറിയോ? വസല്ലിം, നീ രക്ഷയേകണേ. എങ്ങനെ ചൊല്ലിയത്? വസല്ലിം ദായി, അല്ലേ? കുറെ നീട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു അരമണിക്കൂർ ഗ്യാപ്പിട്ടിട്ടാൽ. അപ്പൊ അതിനൊരു അർത്ഥം പറയാൻ നമുക്ക് സാധിക്കില്ല. ഇതാണ് സത്യത്തിലെ ബുർദ. ഇപ്പൊ ഈ ബുർദ എന്ന് പറഞ്ഞ് ഇതിനെ അലങ്കരിച്ചു കൊണ്ടുവന്ന് എങ്ങനെ? നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൽ ഒരു തോറ്റംപാട്ടുണ്ട്. ആ തോറ്റംപാട്ടിന്റെ ഉസ്താദുമാരുടെ ഒരു തോറ്റംപാട്ടാണ് സത്യത്തിൽ ബുർദ എന്ന് പറയുന്നത്. കാരണം ഒരാളിങ്ങനെ ഉടുക്കിങ്ങനെ കുടുകുടാച്ചിട്ട് കൊട്ടും, അപ്പോൾ ഒരാൾ വായുകൊണ്ട് പല ശബ്ദം ഉണ്ടാക്കും, അപ്പോൾ ഒരാളിങ്ങനെ പാട്ട് പാടും. ഇതാണ് തോറ്റംപാട്ടിൻ്റെ രീതി. അതേപോലെ ഒരാൾ ദഫ് ഇങ്ങനെ കമത്തി വെച്ചിട്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടേ ഇരിക്കുക, അപ്പോൾ ഒരാൾ വായിലിങ്ങനെ ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും ഒരാൾ. അപ്പോൾ ഒരാൾ ഇതിനെ മൗല 7 or 8 രീതി ഉണ്ട്, ട്യൂണുണ്ട് എന്നാ അങ്ങനെ പാടിക്കൊണ്ടിരിക്കല്ലേ. മൗലായ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ ബുക്കാഓ, ഇതിങ്ങനെ പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കുക, ഇടയിൽ ഒരു ഹിന്ദി കൊണ്ടായിട്ട്. ഇതാണ് സത്യത്തിലെ ബുർദ. ഞാൻ ഇതിന് അടിസ്ഥാനപരമായിട്ടൊരു കാര്യം പറയാ, അള്ളാന്റെ പക്കം 5 നയാ പൈസയുടെ പുണ്യം കിട്ടുന്ന ഒരാളും കരുതണ്ട. ഇത് ഭൗതികമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ സാധാരണ വാപ്പാന്റെ കയ്യിൽ നിന്ന് മോനക്കൊരു 100 രൂപ വേണം. മോൻ പോയി വാപ്പാടെ മുന്നിൽ പോയി അല്ലേ, ചൂലെടുത്താട്ടൂലേ, കൊടുക്കോ? എന്നിട്ട് അള്ളാന്റെ മുമ്പ് പുണ്യം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചുമച്ച് തന്നിട്ട് കാര്യമുണ്ടോ?
ഇബാദത്തിനൊരു മര്യാദ അല്ലേ പ്രിയമുള്ളവരെ? ഇതിനിങ്ങനെ തോന്നിയാസ റോഡിലൂടെ നടത്തി വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാനല്ലേ? മദ്ഹ് എന്താണെന്ന് ഇൻഷാ അല്ലാഹ് മൗലിദിന്റെ അർത്ഥം പറയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇതിങ്ങനെ സമൂഹത്തിൽ നിന്ന് മൗലിദ് മരിക്കും തുടങ്ങിയപ്പോൾ കൊണ്ടുവന്ന രീതിയാണ്. ഇത് മാത്രമല്ല, ഇപ്പോ പല രീതികളിലൂടെ ഇത് കൊണ്ടുവരാനുള്ള ശ്രമം. ഇപ്പോൾ പലപ്പോഴും വീടുകളിൽ നിന്നൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് പള്ളികളിലും കവലകളിലായിട്ട് ചുരുങ്ങാൻ. ഇപ്പൊ പഴയ പോലെ ആളുകൾ വീട്ടിൽ വലിയ ആഘോഷമാക്കണം എന്ന് വിചാരിക്കുന്നില്ല. അപ്പൊ അതിനെ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പൊ പുതിയ കുറച്ച് പ്രാസംഗികർ ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്നറിയോ? മാലപ്പാട്ട് കൈവിടണ്ട, മാല പാടിയാല് അള്ളാന്റെ ഹബീബിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ്. അതിന് തെളിവെന്താണെന്നറിയോ? പിന്നെ ഉമർ ഖാലി ചെറിയ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടു പോയത്രേ. അപ്പൊ ഉമ്മ മരണപ്പെട്ടു പോയപ്പോൾ ആളുകളൊക്കെ പറഞ്ഞത്ര ഉമർ ഖാലി ചെറിയ കുട്ടിയല്ലേ, നോക്കാൻ പ്രയാസല്ലേ, അതുകൊണ്ട് ഉമറിന്റെ ഉമ്മാടെ അനിയത്തിൽ നിങ്ങൾ കല്യാണം കഴിച്ചോ. അപ്പൊ അദ്ദേഹം മകനായ കുട്ടിയായ ഉമർ ഖാദിയോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഉമർ ഖാദി പറഞ്ഞു അത് ശരിയാവില്ല, ഞാനും കുഞ്ഞുമീൻ തമ്മിൽ യോജിക്കൂലാൻ. അപ്പോൾ വാപ്പ പറഞ്ഞത്ര നീ കെട്ടണ്ട ഞാൻ കെട്ടിക്കോളാൻ. അങ്ങനെ ഒരു മുസ്ലിയാർ പ്രസംഗിക്കാൻ, നീ കെട്ടണ്ട ഞാൻ കെട്ടിക്കോളാൻ. അങ്ങനെ ഉമ്മാടെ അനിയത്തിനെ വാപ്പ കല്യാണം കഴിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഇഷ്ടക്കേട് വീട്ടിലുണ്ട്. അപ്പോൾ വാപ്പാക്ക് ഒരു കണിശതയുണ്ട്, നേരെ മഗ്‌രിബ് സമയമായാൽ സൂറത്ത് വാക്യ ഓതണം, മുഹിയദ്ദീൻമാല പാടണം. അപ്പോൾ എന്നും വാപ്പ വന്നാൽ ചോദിക്കുത്തറേ മുഹിയദ്ദീൻമാല പാടിയോന്ന്. അപ്പോൾ ഉമർ ഖാദി പറയൂത്തര പാടി. അപ്പോൾ ഈ കുഞ്ഞുമ്മ വന്നിട്ട് പറയും, രണ്ടാനുമ്മ വന്നിട്ട് പറയും പാടിയിട്ടൊന്നുമില്ല നുണ പറയാൻ. അപ്പോൾ വാപ്പ ഒന്നുകിൽ അടിക്കും അല്ലെങ്കിൽ ചീത്ത പറയും. അങ്ങനെ ഇത് പതിവായി തുടർന്നു. പതിവ് പോലെ ഒരു ദിവസം വാപ്പ വന്നിട്ട് ഉമർ ഖാദിയോട് ചോദിച്ചുത്തര മുഹിയദ്ദീൻമാല പാടിയോന്ന്. അപ്പോൾ ഉമർ ഖാദി പറഞ്ഞുത്തര ഞാൻ പാടി. അപ്പോൾ കുഞ്ഞുമ്മ വന്നിട്ട് പതിവ് പോലെ പറഞ്ഞു ഇല്ല ഒന്ന് നുണ പറയാൻ, അവൻ പാടിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ വാപ്പ വടിക്കെടുത്തിട്ട് ഇവിടെ വാടാ എന്നൊക്കെ പറഞ്ഞ് മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പാടാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പാടിക്കൊണ്ടിരിക്കാൻ അപ്പൊ മുഹിയദ്ദീൻമാല പാടി പാടി എവിടെ എത്തിയെന്നറിയോ? കളവ് പറയല്ല എന്നും മാഷൊന്നാരെ, കള്ളന്റെ കയ്യിലെ പൊന്ന് കൊടുത്തോവർ, ഉമ്മാന്റെ അനുജത്തി വാപ്പാന്റെ സൗജത്തി, കുശു കുശുക്കും മൂപ്പത്തി തല്ലുമ്മ എന്നോവർ. ഇത് കേട്ടപ്പോ വാപ്പടാ എന്താ നീ പറഞ്ഞെന്ന് പറയാ. ഉമ്മാന്റെ അനുജത്തി വാപ്പാന്റെ സൗജത്തി, കുഷ് കുഷ്കു മൂപ്പത്തി തല്ലുമ്മ എന്നോവർ. ഇത് കേട്ടപ്പോ വാപ്പ മോനെ അടിച്ചില്ല. ഇത് കേട്ടപ്പോ വാപ്പ മോനെ അടിച്ചില്ല എന്ന് മാത്രമല്ല മോനെ വാരിയെടുത്തോണ്ട് പറഞ്ഞത്ര മോനെ നീ ഇനി ഉമ്മാനെ കുറിച്ച് പാടണ്ട, നീ ഇനി വാപ്പാനെ കുറിച്ച് പാടണ്ട, നിനക്കിനി പാടാൻ മദീനയുടെ മണവാളനുണ്ട് മോനെ, നിനക്കിനി പാടാൻ മദീനയുടെ മണവാളനുണ്ട് മോനെ. അവിടെ നിന്ന് അങ്ങോട്ട് ഉമർ ഖാദി റസൂലിനെ കുറിച്ച് പാടുകയാണ്. പാടി പാടി റസൂലുള്ളാഹിന്റെ റൗളയുടെ അവിടെ ചെല്ലുമ്പോ അതാ റൗളയുടെ പൂട്ട് പോലും പൊട്ടിത്തെറിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ കൈ പുറത്ത് വന്നുകൊണ്ട് പറയുന്നു അസ്സലാമു അലൈക യാ ഉമർ ഖാദി. എന്നിട്ട് പറയാണ് റസൂലുള്ളാഹി കൈ കൊടുത്തില്ല, റസൂലുള്ളാഹി സലാം പറഞ്ഞില്ല. അള്ളാഹിന്റെ പ്രവാചകനെ കുറിച്ച് മദ്ഹ് പാടിയത് കൊണ്ടുള്ള നേട്ടമാണ്. മുഹിയദ്ദീൻമാല പാടിക്കോ, റസൂലിലേക്ക് എത്താൻ കഴിയുമെന്ന് നാളെ നിങ്ങൾ ഉസ്താദുമാര് പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ. കാരണം ഇത് AP സുന്നികൾക്ക് സ്പെഷ്യലാണ്. റസൂലുള്ളാഹിന്റെ കൈവരലും കുണ്ടൂർ ഇങ്ങനെ കുണ്ടൂർ സ്ഥാനം റസൂലിന്റെ ഇവിടെ വാഹനം തന്നെ വിളിച്ചിട്ടോ അവിടെ നിന്ന് കുണ്ടൂർ സ്ഥാനം റസൂലിന്റെ അടുത്ത് ചെല്ലുമ്പോഴോ റസൂല് കാന്തപുരത്തായിട്ട് ചർച്ചയില. നിങ്ങൾ ആലോചിച്ചോക്ക്, ഇവിടെ വന്ന വഹാബ് സഖാഫിക്ക് തൊലിക്കട്ടിണ്ടെങ്കിൽ പറയട്ടെ, ഇങ്ങനെ എവിടെ നിന്ന് ഇവർ ദീന് പഠിച്ചിട്ടുള്ളത്? ഇതൊരു വിഷയം മാത്രമല്ല. നോക്കൊരാൾ മദീന എന്ന് 19 ദിവസം സ്വലാത്ത് തന്നെ. അവസാനം റസൂലുള്ള ക്യാൻസർ രോഗിയാണ്. റസൂലുള്ള ഇയാളോട് പറഞ്ഞു കൊടുക്കാൻ, നീ ഇതാ കോഴിക്കോട് പിന്നെ കാരന്തൂര് മർക്കസിലെ കാന്തപുര ഉസ്താദിന്റെ ഹദീസ് ക്ലാസ് കാണിച്ചു കൊടുക്കുക. റസൂലുള്ള മദീനയിൽ നിന്നിട്ട് എന്നിട്ട് പറയാം അങ്ങോട്ട് പോയിക്കോന്ന്. നമ്മൾ സാധാരണ ഒരു രോഗം വന്നാലും ഡോക്ടർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ എന്താ ചെയ്യുക? ഒന്നുകൂടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കഴിവുള്ള ഒരു ഡോക്ടറെ അടുത്തേക്ക് ലെറ്റർ കൊടുക്കും. റസൂലുള്ള ലെറ്റർ കൊടുക്കുക എവിടേക്ക്? കോഴിക്കോട്ടേക്ക്. ആലോചിച്ചൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഇതിൻ്റെ എവിടെ പകരക്കാരൻ ഹസനൻ ഇങ്ങനെ തൂങ്ങി അപ്പം സ്വപ്നം കാണും. അത് ആരെ? കാന്തപുരം നബിയും. അതിനപ്പുറമൊന്നുമില്ല. നബി ഇങ്ങനെ കാന്തപുരത്തെ ഭഗത്തി പറയാ, റസൂലിനെ കാണാൻ അങ്ങനെ
കാന്തപുരം ടിക്കറ്റ് കൊടുക്കുക. അവരെ വിചാരം ദുനിയാവിലൊക്കെ ടിക്കറ്റാണല്ലോ, മുടിയുമപ്പ് എഴുതാനല്ലോ കുറേ. അപ്പോൾ ഒക്കെ ടിക്കറ്റും എങ്ങനെ കാന്തപുരം അവിടെയും ടിക്കറ്റ്, സ്വർഗത്ത് പോണേ കാന്തപുരത്തിൻ്റെ ടിക്കറ്റായിട്ട് പോണേ. ഇതാണ് മൂപ്പരുടെ പ്രസംഗം. അതെന്തിനാ EK സുന്നിക്കാരനെ AP ആവാൻ വേണ്ടിയിട്ട് സ്വപ്നം കണ്ടാത്തറേ. അപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ തോന്നിയാസങ്ങളൊക്കെ വന്ന് ഇവർക്ക് ഇനി റസൂൽ വരും സംസാരിക്കുക അങ്ങനെ രീതി ഉണ്ടാക്കിയതാണ്. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ മാലമൗലിദുകളെ മറപിടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഇനി മാലമൗലിദുകളെ കണ്ണടച്ചുകൊണ്ട് നമ്മൾ ഇരുട്ടാക്കിയല്ല, വിദേഹത്താണ് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് അല്ലേ. ഞാൻ പറഞ്ഞല്ലോ 300 കൊല്ലങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ളതാണ്, യാതൊരു സംശയമില്ല. ഇനി മുഹിയുദ്ദീൻ മാല 1-ാമത്തെ പേജിൽ അവസാനത്തെ വരി പറഞ്ഞ എന്താ? കണ്ടന്നറിവാളൻ കാട്ടിത്തേരും പോലെ കാളി മുഹമ്മദ നവർഗീലായെന്നോവർ കോഴിക്കോട്ടത്തോറ തന്നിൽ പിറന്നോവർ കോർവായിതൊക്കെയും നോക്കിയെടുത്തോവർ അവർ ഷന്ന ബൈത്തീനും ബഹ്ജാ കിതാബീനും അങ്ങനെ തക്മീല തന്നീനും കണ്ടോവർ. കോഴിക്കോട്ടുകാരൻ കാളി മുഹമ്മദ് കൊണ്ടുവന്നതാ. എവിടുന്ന്? അവർ സ്വന്ന ബൈത്തിൽ നിന്ന്, യാറ് സ്വന്ന ബൈത്തിൽ നിന്ന്, യാറ് സ്വന്ന ബൈത്തിൽ നിന്ന്. ഇത് പുതിയതല്ലേ അല്ലേ? 2008 മുജാഹിദ് സമ്മേളനത്തിന്റെ ചങ്കരംകുളം സ്വാഗത സംഘം ഓഫീസിന്റെ മുമ്പിൽ മുഹിയുദ്ദീൻ മാലയുടെ 400-ാം വാർഷികം AP സുന്നികൾ ജനുവരി 26-ന്. അപ്പൊ 2008 ജനുവരിക്ക് 400 കൊല്ലമായിട്ടുള്ളൂ. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ദീനിനോ 1400 കൊല്ലം പഴക്കണ്ട്. വിദേഹത്തല്ലേ? കുത്തുബിയത്ത് ഹിജ്റ 1040 തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിൽ ജനിച്ച സ്വതഖത്തുല്ലാഹിൽ കാഹിലിയ കുത്തുബിയത്ത് എഴുതിയത് റസൂലുള്ളാഹിക്ക് അറിയില്ല അല്ലേ? അല്ലെങ്കിൽ മുഹിയുദ്ദീൻ ഷെയ്ഖിന് പോലും അറിയില്ല. മുഹിയുദ്ദീൻ മാലയുടെ കുത്തുബിയത്തിന്റെ വ്യാഖ്യാനം പാറന്നൂർ PP മൊയ്തീൻ കുട്ടി മുസ്ലിയാർ അതിന്റെ ആമുഖ പേജിൽ എഴുതി വെക്കാൻ, ഹിജ്റ 1040 ജനിക്കുകയും 1115 മരണപ്പെടുകയും ചെയ്ത തമിഴ്നാട്ടിലെ കായൽ പട്ടണം സ്വദേശി സ്വതഖത്തുല്ലാഹിൽ കാഹിലി രചിച്ചതാണിത് എന്ന് പറഞ്ഞാൽ 1040 മുമ്പുള്ള ഒരു മുസ്ലിമീങ്ങൾക്കും കുത്തുബിയത്ത് അറിയില്ല. സാക്ഷാൽ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ പോലും കുത്തുബിയത്ത് അറിയില്ല. ഞാൻ ചോദിക്കാൻ, അള്ളാഹു എങ്ങാനും മുഹിയുദ്ദീൻ ഷെയ്ഖിന് രണ്ടാമതൊരു അവസരം കൊടുത്താൽ, രണ്ടാമതൊരു ഹയാത്ത് കൊടുത്താൽ അദ്ദേഹം നേരെ മഹല്ല് പള്ളിക്ക് വരിക മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി. അപ്പൊ സെക്രട്ടറി ചോദിക്കുക അദ്ദേഹത്തോട്, നിങ്ങൾ സുന്നിയ? മെമ്പർഷിപ്പ് ഒക്കെ തരാം, പക്ഷെ തീരുമാനം അറിയണം. നിങ്ങൾ സുന്നിയ? എന്ത് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? നിങ്ങൾ കുത്തുബിയത്തൊക്കെ ചെല്ലാറുണ്ടോ? കുത്തുബിയത്തോ? എനിക്കൊന്നും അറിയില്ലല്ലോ. മുഹിയുദ്ദീൻ മാല നിങ്ങൾ പാടില്ല. അപ്പോഴാ മുഹിയുദ്ദീൻ ഷെയ്ഖ് ചോദിക്കുക, പഠിച്ചോനെ എൻ്റെ പേരിലൊരു മാല. ഓ, നിങ്ങൾ വഹാബിയാണല്ലേ? അപ്പുറത്തൊരു സലഫി പള്ളിയുണ്ട്, അവിടെ പോയിക്കോ, ഇവിടെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഇല്ല. ഇത് മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് പറയില്ലേ? അദ്ദേഹത്തിന് പോലും അറിയില്ല. പുതിയതാണ്. അത് 1-ാമത്തെ കാരണം. ഇനിയോ അള്ളാഹുവിന്റെ പ്രവാചകരോടുള്ള മദ്ഹിന്റെ പേരിലല്ലേ? പ്രിയമുള്ളവരെ, ആ റസൂലുള്ളാഹി പഠിപ്പിച്ച ആദർശത്തെ തകർത്തെറിയുന്ന എത്രമാത്രം വരുന്ന ശിർക്കിന്റെ വരികളാണ് അതിലൂടെ അടങ്ങിയിരിക്കുന്നത് എന്നോ. ഒരുപാട് ശിർക്കിന്റെ വരികളുണ്ട്. എത്രത്തോളം ഈ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോ സ്പെഷ്യലായിക്കൊണ്ട് ഇതാങ് ഷറഫുല്ലന മൗലിദിന്റെ അവസാനത്തിൽ ആദരവോടെ എഴുന്നേറ്റെന്നുകൊണ്ട് മർഹബ പാടുമ്പോ അതിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറയുന്ന എന്താണെന്നറിയോ? അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ അഫീർ. നേരത്തെ ഹദീസ് നിങ്ങൾ മറക്കണ്ട. ജൂത ക്രിസ്ത്യാനികളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്നു അല്ലേ? ക്രിസ്ത്യാനികൾക്കൊരു വാദമുണ്ട്, ഈസാ നബി ആരാ? അള്ളാന്റെ പ്രവാചകനാണ്. അവരിലേക്ക് ഇറങ്ങി വന്നു. പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ എന്താ? ഈസാ നബി ആണ് നമ്മുടെ റബ്ബ് എന്ന് ധരിച്ചവരാണ് ക്രിസ്ത്യാനികൾ. അല്ല, ഈസാ നബിയുടെ അടിമകളാണ് മനുഷ്യർ എന്ന് വിശ്വസിക്കുന്നവരാ. ദൈവത്തിന്റെ 1/3 ആ വാദം ഇതാ മൗലിദിൽ പറയാ. റസൂലേ, അങ്ങയുടെ പാവപ്പെട്ടതായ അടിമ ഇതാ ആഗ്രഹിക്കുന്നു നബിയേ. അങ്ങയുടെ പാവപ്പെട്ടതായ അടിമ. പ്രിയമുള്ളവരെ, അർത്ഥമറിയാതെ ഓതിയവർ ഒരുപാടുണ്ടാവൂലോ. ആ മാരുടെ അടിമയാണെന്ന് ഓർത്തു പോയോ? റസൂലുള്ളാഹിന്റെ അടിമയാണോ അതോ അള്ളാഹുവിന്റെ അടിമയാണോ? നമ്മൾ റസൂലുള്ളാഹിന്റെ അടിമയാണോ അള്ളാഹുവിന്റെ അടിമയാണോ? നമ്മൾ തീരുമാനിക്കണ്ടേ. ആ മുഹമ്മദ് നബി ആരാണെന്നറിയോ? വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 23-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയാണ്, وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَىٰ عَبْدِنَا
നമ്മുടെ അടിമയാകുന്ന പ്രവാചകനിൽ നാം ഇറക്കിയതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാന്റെ അടിമയാണെന്ന് വിശുദ്ധ ഖുർആൻ തീർന്നില്ല. 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ ആയത്തിലോട് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് അന്ന് രാത്രിയിൽ തന്റെ അടിമയാകുന്ന പ്രവാചകനെ കൊണ്ട് രാപ്രയാണം നടത്തിച്ച അല്ലാഹു എത്രയോ പരിശുദ്ധനാണെന്ന് പറയുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ അടിമയാണെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മൾ അള്ളാന്റെ അടിമയാണ്, മുഹമ്മദ് നബിയുടെ അടിമയല്ല. അള്ളാന്റെ അടിമകളാണ്, മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്, അടിമകളല്ല. ഈ അബദ്ധം ഇവിടെ കടന്നു വരാൻ. ഇനി ഇത് മാത്രമല്ല, ഒരുപാട് സത്യത്തിൽ ഇത് എന്താ ചെല്ലുന്നുള്ള അർത്ഥം അറിയോ? അങ്ങനെ 2 സ്റ്റെപ്പായിട്ട് നിന്നിട്ട് ചെല്ല. ഒരു സൈഡ് എന്ന് പറയുന്നത് എന്താ? ارتكبت على الخطا غير حسير وعذر لك أشكو فيه يا سيدي خير النبي കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. നബി ഒരുപാട് തെറ്റുകൾ ചെയ്ത് അതിന്റെ മേലെ വാഹനം കയറിയിരിക്കുന്നു, അങ്ങയോട് ആവലാതി ബോധിപ്പിക്കുന്നു. അതൊരു സൈഡും ഇല്ല. അപ്പൊ ഇപ്പുറത്തെ ജവാബ് എന്താ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, എനിക്ക് അല്ലാഹ് മതിയിടോ. മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്, എന്റെ മനസ്സിൽ അല്ലാഹല്ലാതെ ആരുമില്ല. സത്യം വേണ്ട, നീ പഠിച്ചോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്ങനെ? ഒരാൾ പറയാം നബിയേ അങ്ങയോട് അവരാധി ബോധിപ്പിക്കുന്നു, അപ്പൊ മറ്റോട് എനിക്കല്ല മതി, എന്റെ മനസ്സിൽ അല്ലാണ്ട് ആരുമില്ല. എന്നാൽ 2 മണ്ടന്മാരും അർത്ഥം അറിയണില്ല, പിന്നെയും ചെല്ലി തന്നെ അല്ലേ? അപ്പൊ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാത്തൊടുത്താൽ ഷിർക്കിന്റെ ഒരുപാട് അല്ലേ? ഇവിടെ തന്നെ നിങ്ങൾ ആലോചിച്ചു, ആരോട് ആവലാതിപ്പെട്ടത്? ലക്ക അഷ്കൂന, നബി അങ്ങയോട് ഞാൻ ആവലാതിപ്പെടുന്നു. ആ ഷക്കാവത്ത് എന്ന് പറയുന്ന പദം വിശുദ്ധ ഖുർആനിലുണ്ട്. അതാരോടാ? നബിയോടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും അള്ളാന്റെ റസൂലിന്റെ മുമ്പിലല്ലാതെ കണ്ടപ്പോ സ്വഹാബ വനിത അള്ളാഹുവിനോട്, വിശുദ്ധ ഖുർആൻ പറയാ സൂറത്ത് മുജാദിലയിലെ 1-ാമത്തെ ആയത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി അല്ലേ? ഹൗലാ ബിൻത് സഅലബ എന്ന് പറയുന്ന സ്വഹാബ വനിതയെ അവരുടെ ഭർത്താവ് ലിഹാർ ചെയ്യുക. ലിഹാർ എന്ന് പറഞ്ഞാൽ ജാഹിലിയ്യ കാലഘട്ടത്തിൽ തൊലാഖിന് വേണ്ടി ഉപയോഗിക്കുന്ന പദാണ് ലിഹാർ എന്ന് പറഞ്ഞ. ഭർത്താവ് പറയാ ഭാര്യയോട്, അന്തിക ലിഹാരി ഉമ്മി, നീ എൻ്റെ ഉമ്മാടെ മുതുക് പോലെയാണ് എന്ന് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാൽ ജാഹിലിയ്യ കാലഘട്ടത്തിൽ തൊലാഖായി. പക്ഷേ ഹൗലാ ബിൻത് സഅലബയോട് അവരുടെ ഭർത്താവ് പറഞ്ഞപ്പോൾ ഹൗലാ ബിൻത് സഅലബ അവർക്കിടയിലെ ബന്ധം വിച്ഛേദിക്കപ്പെടാൻ. അപ്പൊ ഭർത്താവ് പറഞ്ഞു, ഇത് ഇസ്ലാമിക കാലഘട്ടത്തിൽ അതിനെ പരിഗണിക്കപ്പെടുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വീണ്ടും ബന്ധം സ്ഥാപിക്കാം. അപ്പൊ ഹൗലാ ബിൻത് സഅലബ പറഞ്ഞു, വേണ്ട, നമുക്ക് റസൂലുള്ളാഹിന്റെ അടുക്ക പോയി പറയാം. അങ്ങനെ പ്രവാചകന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ഈ ഹൗലാ ബിൻത് സഅലബ അള്ളാഹുവിനോട് പറയാണ്, പഠിച്ചോനെ, എൻ്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കിയാൽ മറ്റൊരു ഭർത്താവ് എന്നെ സ്വീകരിക്കില്ല, എൻ്റെ മക്കളെ പോറ്റാനുള്ള കഴിവെനിക്കില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ആവലാതിപ്പെടാൻ. അങ്ങനെ റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തി പ്രവാചകനുമായി സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോ നസലൽ അമീനു മലക്കു ജിബ്രീൽ, അള്ളാന്റെ വഹീം കൊണ്ട് ജിബ്രീൽ കടന്നു വരികയാണ്. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله. قد سمع الله, അല്ലാഹു തആല കേട്ടിട്ടുണ്ട്, قول التي تجادلك في زوجها, നബി അവളുടെ ഭർത്താവിന്റെ കാര്യത്തിൽ അങ്ങയോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ സംസാരം അല്ലാഹു കേട്ടിട്ടുണ്ട്. അവൾ ആവലാതിപ്പെട്ടത് അല്ലാഹുവിനോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ മുമ്പിലല്ല എന്ന് കണ്ടപ്പോ പ്രവാചകനിൽ നിന്ന് തൗഹീദ് പഠിച്ച സ്വഹാബ വനിത ആവലാതിപ്പെട്ടത് നബിയോടല്ല, അല്ലാഹുവിനോടാണ് അവരാധിപ്പെടുന്നത്. അപ്പൊ മൗലിദിലെ ലക്കാഷ്കു എന്ന് പറയുന്നതിന് ഖുർആൻ തന്നെ എതിരല്ലേ പ്രിയമുള്ളവരെ? ഇനി എത്ര സ്ഥലങ്ങളിലുണ്ട് ഈ മൗലിദ് ഇങ്ങനെ ചൊല്ലിപ്പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. നമ്മുടെ തൊടുപുഴയിൽ കഴിഞ്ഞതിന് മുമ്പത്തെ നിബന്ധനത്തിന് ഹുബ്ബുർ റസൂൽ വിഷയോധരിപ്പിച്ചപ്പോ ഇതുപോലെ മൗലിദിന്റെ പൊള്ളത്തരം കുറച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രസംഗമൊക്കെ കഴിഞ്ഞിറങ്ങിപ്പോ
ഒരു മദ്യപാനിയായ ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ രണ്ട് കയ്യിൽ ഇങ്ങനെ സലാമൻ്റെ പിടിച്ചിട്ട് പറയാം, ഇവിടെ 6 പള്ളിയിൽ മൗലൂദുണ്ട്, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ഉസ്താദിന്റെ മൗലൂദാണ്. അപ്പം അങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി കേൾക്കൊന്നും വേണ്ട, ഇതിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനോടുള്ള തേട്ടങ്ങൾ ഒരുപാടാണ് പ്രിയമുള്ളവർ. ഈ പറഞ്ഞൊന്നല്ല, പ്രവാചകനോട് എത്ര യാ സയ്യിദ സാദാതി ജീതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖീബ മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ ലദാ വൽദുൽമി വൽഫി ശദീദി ഫഅസിദി യാ സയ്യിദ സാദാത്ത്, നേതാക്കന്മാരിൽ നേതാവായ റസൂല്, ജിഅ്തുക ഖാസിദാ, അങ്ങയെ ഉദ്ദേശിച്ചുകൊണ്ടിതാ ഞാൻ വന്നിരിക്കുന്നു. അർജൂ ഹിമാക, അങ്ങയുടെ സംരക്ഷണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫലാ തുഖൈബ് മഖ്സദി, എന്റെ ഉദ്ദേശങ്ങളെ അങ്ങ് പരാജയപ്പെടുത്തല്ല നബിയേ. ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ ലദാ, എനിക്ക് ബാധിച്ചിട്ടുള്ള ഉപദ്രവങ്ങൾ ഏതുണ്ടോ, എന്റെ ദൗർഭാഗ്യങ്ങൾ ഏതുണ്ടോ, അതങ്ങേക്കറിയുമല്ലോ റസൂലേ. ഫഅസ്ഇദി, എനിക്ക് സൗഭാഗ്യം തരണേ നബിയേ. ഇത് അള്ളാന്റെ റസൂലിനോട് തേടാ. അപ്പൊ പുതിയ വർത്താനം എന്താണെന്നറിയോ? അതിപ്പോ റസൂലിനോട് ഇങ്ങനെ ചോദിക്കുമ്പോ നബിക്ക് അള്ള കൊടുത്ത കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ നിയ്യത്താക്കലുണ്ട്. ഞാൻ പറയാം, നാട്ടിലെ സാധാരണ ഒരു മയമാക്ക ഈ മൗലൂദ് ചെല്ലുമ്പോ ഇർത്തക്കബത്ത് പഠിച്ചവരെ നബിയോടല്ലാട്ടോ, നബിക്ക് അള്ള കൊടുത്ത കഴിവുണ്ട് നിയ്യത്ത് വെക്കലുണ്ട്. നാട്ടിൽ ഇതുവരെ ചെല്ലിയ സാധാരണക്കാരാലോചിച്ചു, നമ്മൾ നിയ്യത്ത് വെച്ചിട്ടാ ചെല്ലിയത്. അപ്പൊ അങ്ങനെ നിയ്യത്ത് വെച്ചില്ലെങ്കിൽ ശിർക്കാവൂലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ, നബിയോട് തേടുന്ന ഷിർക്കുണ്ട്. ഷിർക്കിന്റെ പര്യാവസാനം നരകമാണ്. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന 2969 നമ്പർ ഹദീസ്, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയാൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, പ്രാർത്ഥന ആരാധനയാണ്. വെറുതെ പറഞ്ഞതല്ല. സൂറത്ത് ഗാഫിറിൽ 60-ാമത്തെ ആയത്താണ് അവിടെ തെളിവ്. ആ ഹദീസിൽ പോലും ഉദ്ധരിക്കുന്നത്. എന്നിട്ട് പഠിപ്പിക്കാൻ പ്രാർത്ഥന ആരാധനയാണ്. അത് അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാൻ പാടില്ല. ഇവിടെ നബിയോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇതിപ്പോ ചിലത് പറഞ്ഞു ഇത് ബദർ മൗലിദാണോ, ബദരീങ്ങളോട്, അതുപോലെ തന്നെ മുഹ്യിദ്ദീൻ ഷെയ്ഖിനോടൊക്കെ മഴ പെയ്യിപ്പിക്കുന്നത് പോലെ മുഹ്യിദ്ദീൻ ഷെയ്ഖാണെന്ന് ഇനി മുജാഹിദീർ പറഞ്ഞ അർത്ഥാണോ? വേണ്ട, നിങ്ങൾക്ക് പരിശോധിക്കാലോ. ഫാറൂഖ് പി പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ കുത്തുബിയത്തിന്റെ വ്യാഖ്യാനം 11-ാമത്തെ പേജ് പറയാ, ആകാശ ലോകത്തുള്ളവർക്കും ഭൂമി ലോകത്തുള്ളവർക്കും അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ എന്ന മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് ആരാ മഴ പെയ്യിപ്പിക്കുന്ന? അല്ലാഹുവല്ലേ. ഇങ്ങനെ ഷിർക്ക് ഒരുപാടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇനി അടുത്ത പോയിന്റ് എന്താ? മാല മൗലിദുകളിൽ ഒരുപാട് കള്ളക്കഥകളുണ്ട്, കള്ളത്തരങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങൾ ആലോചിക്കുമ്പോൾ ഫാത്തിമ മൗലിദ് പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ അറിയാലോ. നിങ്ങൾ പരിശോധിച്ചു നോക്ക്, എന്ത് വലിയ കള്ള അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറയുന്നത്. അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ ഒരാൾ കള്ളം പറഞ്ഞാലുള്ള ഹുക്കം എന്താ? മൻ കദബ അലയ്യ മുതഅമ്മിദാ ഫല്യതബവ്വഅ മഖഅദഹു ഫിന്നാർ. ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം ഒരാൾ കളവ് പറഞ്ഞു പോയാൽ ഫല്യതബവ്വഅ മഖഅദഹു അലന്നാർ, അവന്റെ ഇരിപ്പിടം അവൻ നരകത്തിലൂടെ തയ്യാർ ചെയ്തു കൊള്ളട്ടെ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവന്റെ ഇരിപ്പിടം നരകത്തിലാണ്. എന്നാ നിങ്ങൾ ആലോചിച്ചോ, അള്ളാഹിന്റെ റസൂലിന്റെ പേര് പച്ചക്കള്ളം എവിടെ? ഫാത്തിമ മൗലിദിൽ. നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന രീതിയിലാണ്. എന്താ കഥ എന്നറിയോ? അള്ളാഹിന്റെ പ്രവാചകൻ മിഅ്റാജ് യാത്ര പോയപ്പോ, ചിന്തിക്കണേ, മിഅ്റാജ് യാത്ര പോയപ്പോ സ്വർഗത്തിൽ അവിടെ നിന്ന് ഖദീജയുടെ കൊട്ടാരം കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ ഒരു ആപ്പിൾ മരം കാണിച്ചുകൊണ്ട് അതിൽ നിന്നെടുത്തുകൊണ്ട് ജിബ്രീൽ പറഞ്ഞവത്ര, നബിയേ, ഇതങ്ങേക്ക് ജനിക്കാനുള്ള മകളാണ് ഫാത്തിമ. റസൂലുള്ളാഹി ആപ്പിൾ പഴം കഴിച്ചു.